എല്ലാവർക്കും സ്നേഹവന്ദനം. അതിരാവിലെ തിരുസന്നിധി എന്ന ശുശ്രൂഷയോടുകൂടെ പവർ വിഷൻ ആരംഭിക്കുകയാണ്. ലോകമെമ്പാടും മലയാളം സംസാരിക്കുന്നവർക്ക് ആശ്വാസമായി, അനുഗ്രഹമായി, പ്രത്യാശയായി ദൈവം ഈ ചാനലിനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കും പ്രോത്സാഹനത്തിനും നന്ദി. പിന്നെയും പ്രാർത്ഥിക്കണം. ഈ ശുശ്രൂഷയെ നിങ്ങൾ കഴിയുന്നത് പോലെയൊക്കെ സപ്പോർട്ട് ചെയ്യണം. 20-ാം സങ്കീർത്തനത്തിൻ്റെ 7-ാമത്തെ വാക്യം: ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കുന്നു. ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തെ കീർത്തിക്കും. ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കും. രഥവും കുതിരയുമാണ് ഈ കീർത്തനം എഴുതുന്ന കാലത്തെ യുദ്ധസാമഗ്രികൾ. കൂടുതൽ പവർഫുള്ളായിട്ടുള്ള, സ്ട്രോങ് ആയിട്ടുള്ള രഥമുള്ളവർക്ക്, കൂടുതൽ ആരോഗ്യമുള്ള കുതിരയുള്ളവർക്ക് ജയം ഉറപ്പാണ്. മിസൈലുകളില്ലാത്ത കാലം, ബോംബും തോക്കുമില്ലാത്ത കാലം, കമ്പ്യൂട്ടറില്ലാത്ത കാലം, കുതിരയെ കൊണ്ടാണ് ജയം തീരുമാനിക്കുന്നത്. മനുഷ്യൻ്റെ ആശ്രയം കുതിരയോട് ഉപമിച്ച് പറഞ്ഞിരിക്കുന്നു. ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കുന്നു. ആ സമയത്ത് ഞങ്ങൾ എന്തു ചെയ്യുന്നു? ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തെ കീർത്തിക്കും. ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തെ കീർത്തിക്കും. ഞങ്ങൾ കുതിരയ്ക്ക് പകരം പോത്തിനെയോ ആനയെയോ സിംഹത്തെയോ അല്ല, ഡോളറിനെയോ ഉപയോഗിക്കുമെന്നല്ല, ദൈവത്തെ ഉപയോഗിക്കുമെന്നുമല്ല. ഞങ്ങൾ ദൈവത്തെ കീർത്തിക്കും. ഞങ്ങൾ ദൈവത്തെ ആരാധിക്കും. ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കും. അങ്ങനെ ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുമ്പോൾ എരിഹോ മതിലുകൾ ഇടിയുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ സ്തുതിക്കുമ്പോൾ യഹോശാഫാത്തിൻ്റെ കാലത്ത് ജനത്തിൻ്റെ മേൽ വലിയ ഭീതി വന്നു വീഴുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ സ്തുതിക്കുമ്പോൾ ഫിലിപ്പിയൻ കാരാഗ്രഹത്തിൻ്റെ ജയിലറകൾ വിറയ്ക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ രഥങ്ങളെ പേടിക്കുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ കുതിരകളെ പേടിക്കുന്നില്ല. മതപരിവർത്തന നിരോധന ബില്ലിനെയും ഞങ്ങൾ ഭയപ്പെടുന്നില്ല. കാരണം ഞങ്ങൾ ദൈവത്തിൻ്റെ നാമത്തെ കീർത്തിക്കും. ദൈവത്തിൻ്റെ നാമത്തെ കീർത്തിക്കുക എന്ന് പറഞ്ഞാൽ ശത്രു സംഹാര പൂജയല്ല. ഞങ്ങളെ എതിർക്കുന്നവരെ മുഴുവനും ഇല്ലായ്മ ചെയ്യുവാനുള്ള മന്ത്രതന്ത്ര പരിപാടികളല്ല. പിന്നെന്താണ്? ദൈവത്തെ ആരാധിക്കുക എന്നത് ഞങ്ങളുടെ എല്ലാമാണ്. ഞങ്ങൾ ഞായറാഴ്ചകളിലും ആരാധിക്കും, തിങ്കളാഴ്ചകളിലും ആരാധിക്കും, മരണ വീട്ടിൽ ആരാധിക്കും, കല്യാണ വീട്ടിൽ ആരാധിക്കും. എന്നാൽ ഞങ്ങൾക്കൊരു പ്രതികൂലം വർദ്ധിക്കുമ്പോൾ, ഞങ്ങൾക്കെതിരെ കുതിരകൾ ശീൽക്കാരമുയർത്തുമ്പോൾ ഞങ്ങൾ ആരാധന ആരംഭിക്കും. അത് ഞങ്ങൾ ബുദ്ധി കൊണ്ടും ആരാധിക്കും, ആത്മാവ് കൊണ്ടും ആരാധിക്കും. ഞങ്ങളുടെ ആരാധന അത്ഭുതം സൃഷ്ടിക്കും. അസാധാരണ ദൈവ സാന്നിധ്യത്തെ ഇറക്കിക്കൊണ്ടുവരും. അവിടെ കുതിര നിർജീവമായി പോകും. ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കുന്നു. ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തെ കീർത്തിക്കും. ആരാധനയാൽ കുതിരകളെ കീഴടക്കാൻ, സാത്താന്യ ആധിപത്യങ്ങളെ കീഴടക്കാൻ നിങ്ങൾക്ക് കഴിയും. അതുകൊണ്ട് നിങ്ങളുടെ വീട്ടിൽ നിന്ന് ആരാധന ഉയരട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.